ഹായ് പ്രിയ ഉദ്യോഗാർത്ഥികളെ, എയ്സിൻ്റെ മറ്റൊരു മാത്സ് കോൺസെപ്ച്വൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷകളിലെ ജോമെട്രി ഭാഗത്തു നിന്നുള്ള 2D ജോമെട്രിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടുള്ള പോളിഗൺസ് എന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ PSC നടത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 10ാം തരം പരീക്ഷകളായിട്ടുള്ള LDC പോലത്തെ പരീക്ഷകൾക്കും അതുപോലെ തന്നെ +2 ലെവൽ യൂണിഫോം പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കും LP UP പോലത്തെ മറ്റു ടീച്ചിങ് എക്സാംസിനും ഈവൻ ചില ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് പരീക്ഷകൾക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൊതുവേ നമ്മൾ ജോമെട്രിയിൽ ബഹുഭുജങ്ങളിലെ കുറച്ച് ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാറുണ്ട്. ഉദാഹരണം ട്രയാങ്കിൾസ്, ത്രികോണങ്ങളുടെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ ചർച്ച ചെയ്തു പോകും. അതുപോലെ തന്നെ ചതുർഭുജങ്ങൾ, ക്വാഡ്രിലാറ്ററൽസ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. എന്നാൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള മറ്റു പല പ്രോപ്പർട്ടീസ് ബഹുഭുജങ്ങളുടെ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. വളരെ ഒരു 4-5 കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ആൻസേഴ്സ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പരീക്ഷകൾക്കെല്ലാം തന്നെ ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇതിൻ്റെ പരീക്ഷാ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു 4-5 പോയിൻറ്റ്സ് പ്രത്യേകിച്ച് SCERT-യോട് ഹൈലി റിസംബ്ലൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണിത്. പരീക്ഷകൾക്ക് പല ചോദ്യങ്ങളും നമുക്ക് ഇവിടുന്ന് നേരിട്ട് ഇങ്ങനെ തന്നെ കിട്ടും. ഇപ്പോൾ പല ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഏത് പരീക്ഷയ്ക്ക് വന്നതാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ SCERT-യിൽ പറയുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന ഒരു 4-5 പോയിൻറ്റ്സ് ഒരു ഉദ്യോഗാർത്ഥി ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ എന്നതിൻ്റെ ഡെഫിനീഷനാണ്. പൊതുവെ നമ്മളതിനെ ഇങ്ങനെയാണ് പറയാറ്, 3 അതിലധികമോ വശങ്ങളുള്ള 2D രൂപങ്ങളെ അഥവാ ദ്വിമാന രൂപങ്ങളെ പൊതുവെ നമ്മൾ എന്ത് പറയും, ബഹുഭുജങ്ങൾ എന്ന് പറയും. അപ്പോൾ എന്താണ് ബഹുഭുജം എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വശങ്ങളുള്ള 2D ജോമെട്രിക്കൽ ഫിഗേഴ്സിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ്. വളരെ സിമ്പിളായൊരു പോയിൻ്റാണ്, നമുക്കത് ഈസി ആയിട്ട് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി തൊട്ടടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ബഹുഭുജങ്ങൾ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ബഹുഭുജങ്ങൾക്ക് പേരുകൾ നൽകുന്ന രീതിയാണ്. അഥവാ ബഹുഭുജങ്ങൾക്ക് പേരുകൾ നൽകുന്നത് അവയുടെ വശങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. വളരെ സിമ്പിളായൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഓരോ ബഹുഭുജത്തിൻ്റെയും എത്ര വശങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര സൈഡുകളുണ്ടോ ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുക, ആ ബഹുഭുജത്തിൻ്റെ പേര് നിശ്ചയിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബഹുഭുജങ്ങളെ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. നോക്കൂ നിങ്ങൾ, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ട്രയാങ്കിൾ. അതിൻ്റെ അർത്ഥം എന്താ, 3 വശങ്ങളുള്ള ഒരു പോളിഗണാണ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയും ത്രികോണങ്ങൾ അല്ലേ. ഇനിയോ ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചതുർഭുജങ്ങൾ എന്ന് പറയും. 4 സൈഡുള്ള പോളിഗണിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം. ഇനിയോ 5 സൈഡ് വന്നാൽ നമ്മൾ അവരെന്ത് പറയും, പെൻറ്റഗൺ എന്ന് പറയും അഥവാ പഞ്ചഭുജം എന്നാണ് അവരുടെ പേര്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നമ്മൾ പ്രീവിയസ് ആയി ചർച്ച ചെയ്ത സെക്കൻഡ് പോയിന്റ് നോക്ക്. ബഹുഭുജങ്ങൾക്ക് പേരുകൾ നൽകുന്നത് അവയുടെ വശങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാമ്പിൾസ് പരിഗണിച്ചാൽ മതിയാവും അല്ലേ. 4 വശങ്ങളാണെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നു ക്വാഡ്രിലാറ്ററൽ, 5 വശമാണെങ്കിൽ പെൻറ്റഗൺ അഥവാ പഞ്ചഭുജം എന്ന് പറയുന്നു. ഇനിയോ 6 വശങ്ങളാണെങ്കിൽ നമ്മളതിനെ ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം എന്ന് പറയുന്നു. ഈ രീതിയിലാണ് എന്ത് പറയുന്നത്, ബഹുഭുജങ്ങളുടെ പേരുകൾ നൽകുന്നത് അഥവാ ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് പറയാം, അവരുടെ പേരുകൾ പറയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. നോക്കൂ നിങ്ങൾ, അടുത്ത പോയിന്റാണ് റെഗുലർ പോളിഗൺസ് അഥവാ സമബഹുഭുജങ്ങൾ. എന്താ അതിൻ്റെ അർത്ഥം? സമബഹുഭുജം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പൊതുവേ ബഹുഭുജങ്ങളുടെ കാര്യം പറഞ്ഞു. ഇവിടെ സമബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബഹുഭുജത്തിൻ്റെ ഓരോ വശത്തിൻ്റെ നീളവും തുല്യമായാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡ്സും ഈക്വലായി മാറും. അത്തരം പോളിഗൺസിനെയാണ് നമ്മൾ എന്ത് പറയുക, റെഗുലർ പോളിഗൺസ് അഥവാ സമബഹുഭുജങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ പോയിന്റ് വളരെ സിമ്പിളാണ്. എന്താണ്, ഏതൊരു പോളിഗൺ ആയിക്കോട്ടെ അതിൻ്റെ വശങ്ങളുടെ നീളങ്ങളെല്ലാം തുല്യമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാമെടാ, സമബഹുഭുജങ്ങൾ അഥവാ റെഗുലർ പോളിഗൺസ് എന്ന പേരിൽ വിളിക്കാം. ഓക്കെ, ഇനി ഈ റെഗുലർ പോളിഗൺസിൻ്റെ തന്നെ എക്സാമ്പിൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എങ്ങനെയത്, 3 വശങ്ങളുള്ള ഒരു റെഗുലർ പോളിഗണാണ് ഏത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറയും. ഇനിയോ
വശങ്ങളുടെ എണ്ണം 4 പോളിഗണാണ് ക്വാഡ്രിലാറ്ററൽ ചതുർഭുജങ്ങൾ. എന്നാൽ അവയിൽ തന്നെ വശങ്ങളുടെ എണ്ണം തുല്യമാകുമ്പോൾ നമുക്ക് അവരെ എന്ത് പറയാം? ഒന്നെങ്കിൽ സ്ക്വയർ അഥവാ സമചതുരം എന്നോ അല്ലെങ്കിൽ റോംബസ് അഥവാ സമഭുജ സാമാന്തരീകം എന്നോ പറയാം. അത് ആംഗിൾ ബേസ്ഡ് പ്രോപ്പർട്ടിയാണ്. ആംഗിൾ 90 ആകുമ്പോൾ സ്ക്വയർ ആവും എന്ന് മാത്രം. ഇനി ഒരു പഞ്ചഭുജത്തിൻ്റെ കാര്യം പരിഗണിച്ച് നോക്കൂ. പഞ്ചഭുജത്തിന് 5 വശങ്ങളാണുള്ളത്. എന്നാൽ ഈ 5 വശങ്ങളുടെ നീളങ്ങളും തുല്യമായാൽ നമ്മൾ എന്ത് പറയും? അവയെ സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെൻറ്റഗൺ എന്ന പേരിൽ നമ്മൾ വിളിക്കും. അതുപോലെ തന്നെയാണ് ഒരു ഷഡ്ഭുജത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങളെല്ലാം തുല്യമായാൽ നമ്മൾ അവരെ എന്ത് പറയുമടാ? റെഗുലർ ഹെക്സഗൺ അഥവാ സമഷഡ്ഭുജം എന്ന പേരിൽ വിളിക്കും. ഇതാണ് ഈ പോയിന്റിൻ്റെ അർത്ഥം. അപ്പോൾ റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ അവയുടെ വശങ്ങളുടെ നീളങ്ങളെല്ലാം തുല്യമായിരിക്കും. നമുക്ക് 1-2 എക്സ്ട്രാ പോയിന്റ്സും കൂടി ഇവിടെ പറയാനുണ്ട്. അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. അതായത് ആദ്യ പോയിന്റ് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ഡയഗ്രത്തിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ പോളിഗണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ആന്തരകോണും അതുപോലെ തന്നെ ഓരോ ബാഹ്യകോണും തുല്യമായിരിക്കും. അപ്പോൾ പൊതുവേ ഇതെന്താണെന്ന് പരിചയപ്പെടാം. നമുക്കൊരു ബഹുഭുജത്തെ സംബന്ധിച്ച് പൊതുവേ 2 കോണുകളാണ് പറയുക. അതിനകത്തുള്ള കോണുകളെ നമ്മൾ എന്ത് പറയും? ആന്തരകോൺ എന്ന് പറയും, ഇൻറ്റേർണൽ ആംഗിൾ എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ പുറമേയുള്ള കോണുകളെ നമ്മൾ എന്ത് പറയും? എക്സ്റ്റേണൽ ആംഗിൾസ് അല്ലെങ്കിൽ ബാഹ്യകോൺ എന്ന് പറയും. ഒരു ഫിഗറിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഞാനിവിടെ ഒരു റെഗുലർ പെൻറ്റഗൺ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു സമപഞ്ചഭുജം. ഇതിൻ്റെ അർത്ഥം എന്താ? 5 വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ബഹുഭുജ രൂപമാണ് എന്ത്? സമപഞ്ചഭുജം അഥവാ റെഗുലർ പെൻറ്റഗൺ. ഈ ഒരു പെൻറ്റഗൺ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. നോക്കൂ, ഇതിനകത്തുള്ള ഈ കോൺ ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ആംഗിൾ അഥവാ ആന്തരകോൺ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വശം ഒന്ന് പുറത്തേക്ക് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിളാണ് എന്ത്? എക്സ്റ്റേണൽ ആംഗിൾ അഥവാ ബാഹ്യകോൺ. അപ്പോൾ ഒരു ബഹുഭുജത്തെ സംബന്ധിച്ച് പൊതുവേ 2 കോണുകളാണ് ചർച്ചയ്ക്ക് വരാറ്. ഒന്ന് ഏതാ? ഇൻറ്റേർണൽ ആംഗിളാണ് അഥവാ ആന്തരകോൺ എന്ന പേരിൽ വിളിക്കും. മറ്റൊന്ന് എക്സ്റ്റേണൽ ആംഗിളാണ് അഥവാ ബാഹ്യകോൺ എന്ന പേരിൽ നമ്മൾ പറയും. ഇനി ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹുഭുജമാണെങ്കിൽ അഥവാ ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ എന്താണ് അവസ്ഥ? അതിൻ്റെ ഓരോ ഇൻറ്റേർണൽ ആംഗിൾസും പരസ്പരം തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പെൻറ്റഗൺ ആണ് അല്ലേ? നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പരിചയപ്പെടാം. ഇതെന്താണ്? ഒരു റെഗുലർ പെൻറ്റഗൺ ആണ്. റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഒരു സമപഞ്ചഭുജമാണ്. സമപഞ്ചഭുജത്തിൻ്റെ ഓരോ ആന്തരകോണും 108 ഡിഗ്രി വീതമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ബാഹ്യകോണും 72 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ഇതിനകത്ത് ഓരോ ആന്തരകോണും എന്ന് പറഞ്ഞാൽ ഇതൊരു ആന്തരകോണാണ്, ഇത് മറ്റൊരു ആന്തരകോണാണ്, ഇത് വേറൊരു ആന്തരകോണാണ്, ഇത് മറ്റൊരു ആന്തരകോണാണ്. ഇങ്ങനെ നമുക്ക് 5 ആന്തരകോണുണ്ടാവും. ആർക്ക്? ഒരു റെഗുലർ പെൻറ്റഗണിന്. അഥവാ പെൻറ്റഗണിനെ സംബന്ധിച്ച് അതിന് എന്തൊക്കെ ഉണ്ടാവും? 5 ആന്തരകോണുണ്ടാവും, അതുപോലെ തന്നെ 5 ബാഹ്യകോണുണ്ടാവും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് എന്താണ്? ഒരു റെഗുലർ പോളിഗണിനെ സംബന്ധിച്ച് 3 പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. പോയിൻ്റ് നമ്പർ 1, എല്ലാ സൈഡ്സിൻ്റെ നീളവും തുല്യമായിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഓരോ ആന്തരകോണുകളും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ ഈ ആന്തരകോൺ 108 ആണ്, ഈ കോണും 108 ഡിഗ്രിയാണ്, ഈ കോണും 108 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ കോണും ആന്തരകോണുകൾ തുല്യമായിരിക്കും, 108 ഡിഗ്രി വീതമായിരിക്കും. എന്നാലോ അതേപോലെ തന്നെ ഓരോ ബാഹ്യകോണുകളും എങ്ങനെയായിരിക്കും? അതും തുല്യമായിരിക്കും. ഈ ബാഹ്യകോൺ 72 അല്ലേ? അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന ബാഹ്യകോൺ ഇതും 72 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വശങ്ങളിൽ വരയ്ക്കുന്ന ഈ ബാഹ്യകോണും 72 ഡിഗ്രി ആയിരിക്കും. അതുപോലെ നിങ്ങൾ ഇവിടെ ഒരു ബാഹ്യകോൺ വരച്ചാൽ ഇത് എത്രയായിരിക്കും? ഇതും 72 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇതും 72 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് റെഗുലർ പോളിഗണിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. ഒന്നുകൂടെ വളരെ സിമ്പിളായിട്ട് പറയാം. എല്ലാ വശങ്ങളുടെ നീളങ്ങളും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ആന്തരകോണുകളും പരസ്പരം തുല്യമായിരിക്കും. ഓരോ ബാഹ്യകോണുകളും പരസ്പരം തുല്യമായിരിക്കും. ഇത്തരത്തിലുള്ള പോളിഗൺസിനെ പൊതുവേ പറയുന്ന പേരാണ് റെഗുലർ പോളിഗൺസ് അഥവാ സമബഹുഭുജങ്ങൾ. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അതിന് 5 വശങ്ങളാണുള്ളത് അല്ലേ? വശങ്ങളുടെ എണ്ണം 5 ആണ്. 5 വശങ്ങളുള്ള ഒരു പോളിഗണിനെ സംബന്ധിച്ച് അതിന് 5 ആന്തരകോൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 5 ബാഹ്യകോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. എന്താണ് പോയിന്റ്? ഓരോ ബഹുഭുജത്തിനും എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്രയും ആന്തരകോണുകളും അത്രയും തന്നെ ബാഹ്യകോണുകളും ആർക്കുണ്ടായിരിക്കും? ആ ഒരു പോളിഗണിന് ഉണ്ടായിരിക്കും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്. എല്ലാവർക്കും അറിയുന്ന പോയിന്റ് തന്നെയാണത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു പോയിന്റിലേക്ക് കിടക്കാം. നോക്കൂ നിങ്ങൾ, PSC പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പോളിഗൺ.
ഏതൊരു ബഹുഭുജത്തിൻ്റെയും നമ്മൾ മിനിമം ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട 4 പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ 4 പോയിന്റുകൾ വെച്ചാണ് പരമാവധി ചോദ്യങ്ങൾ അവർ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ പോയിന്റുകളെന്ന് ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ബഹുഭുജങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അവയുടെ പേര് നൽകുന്ന രീതി പരിചയപ്പെട്ടു. ഇനിയോ റെഗുലർ പോളിഗൺസ് എന്താ എന്നും അവരുടെ പ്രോപ്പർട്ടീസും വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഒരു പോളിഗണിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറയാം. അതിൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോക്കൂ. ഒരു പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കുക. പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം n ആയാൽ അതിൻ്റെ ആന്തരകോൺ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? വളരെ സിമ്പിളാണ്. അതിനകത്തുള്ള എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? അതിനെയാണ് സം ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആന്തരകോൺ അളവുകളുടെ തുക എന്നാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ വാല്യൂ എന്തായിരിക്കും? n-2 × 180 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുലയാണ്. പരീക്ഷകൾക്ക് എപ്പോഴും ചോദ്യം കയറുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്താണ്? നോക്കൂ നിങ്ങൾ, ഇത് ഏതൊരു ബഹുഭുജത്തിൻ്റെയും, അതായത് ബഹുഭുജം ഏതോ ആയിക്കോട്ടെ, എത്ര വശങ്ങളുള്ള പോളിഗണാണെങ്കിലും കുഴപ്പമില്ല. എന്താ പോയിൻ്റ്? അതിൻ്റെ ബാഹ്യകോൺ അളവുകളുടെ തുക, അതായത് ഏതൊരു ബഹുഭുജത്തിൻ്റെയും ടോട്ടൽ എക്സ്റ്റേണൽ ആംഗിൾസ് നമുക്ക് എത്ര കിട്ടും? കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി എന്ന് കിട്ടും. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് പോളിഗൺ ഏത് തന്നെ ആയാലും അഥവാ ഏതൊരു ബഹുഭുജത്തിൻ്റെയും ആകെ ബാഹ്യകോൺ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 360 ഡിഗ്രി ആയിരിക്കും, അഥവാ 360 ഡിഗ്രി ആയിരിക്കും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ വാല്യൂവിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. 360 ഡിഗ്രി നിർബന്ധമായിട്ടും ഓരോ ഉദ്യോഗാർത്ഥികളും അത് പഠിച്ചിരിക്കണം. യെസ്, നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. പോയിന്റ് നമ്പർ 3. ഈ ഒരു പോയിന്റും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പോളിഗൺസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വെർട്ടെക്സ് അവർക്കുണ്ടാവും. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശീർഷം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏതൊരു പോളിഗൺ എടുത്താലും അതിലെ ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 കോണ് കിട്ടും. ഏതൊക്കെയത്? ഒന്ന് ഇൻറ്റേർണൽ ആംഗിളാണ്, മറ്റൊന്ന് എക്സ്റ്റേണൽ ആംഗിളാണ്. അപ്പോൾ ഏതൊരു വെർട്ടെക്സിലെയും ഇൻറ്റേർണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ പറഞ്ഞ പോയിൻ്റ് എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു പോളിഗൺ വരയ്ക്കുകയാണ്. ഒരു പോളിഗൺ ഞാനിവിടെ വരച്ചു. ഇനി തൽക്കാലം ഞാൻ ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. ഈ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആന്തര കോണുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻറ്റേർണൽ ആംഗിൾ ഇവിടെ ഒന്നുണ്ട്, അകത്തുള്ള കോണാണ്. ഇനി അതേപോലെ തന്നെ ഈ സൈഡ് ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബാഹ്യ കോൺ അഥവാ പുറത്തുള്ള ആംഗിളും കിട്ടും, എക്സ്റ്റേണൽ ആംഗിൾ. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോളിഗണിൻ്റെ ഏത് പോളിഗണാണെങ്കിലും അതിൻ്റെ ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ഒരു ശീർഷത്തിലെ ആന്തര കോണിൻ്റെയും ബാഹ്യ കോണിൻ്റെയും തുക അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടുത്തെ ഇൻറ്റേർണൽ ആംഗിൾ പ്ലസ് എക്സ്റ്റേണൽ ആംഗിൾ ചെയ്താൽ 180 ഡിഗ്രിയാണ് നമുക്ക് ലഭിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോയിൻ്റാണ് നമ്മൾ സ്കൂൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ആയിട്ട് തോന്നും. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോണും കൂടെ കൂട്ടിയാൽ നമുക്ക് എപ്പോഴും 180 ഡിഗ്രിയാണ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ രേഖീയ ജോഡി അനുപൂരകം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അഥവാ ലീനിയർ പെയറാണ്. അപ്പോൾ ഒരു ലീനിയർ പെയറിലെ 2 ആംഗിൾസും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇത് നമ്മളൊരു പോളിഗണിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏതൊരു പോളിഗണിൻ്റെയും ഒരു വെർട്ടെക്സിലെ അല്ലെങ്കിൽ ഒരു ശീർഷത്തിലെ അകക്കോണും അഥവാ ഇൻറ്റേർണൽ ആംഗിളും പുറംകോൺ അഥവാ എക്സ്റ്റേണൽ ആംഗിളും രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ് ലഭിക്കുക എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ 3 പോയിന്റ് ചർച്ച ചെയ്തു. ഇനി 4ാമത്തെ പോയിന്റോ, ഒരു പോളിഗണിൻ്റെ ഒരു ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന ടോട്ടൽ ഡയഗണൽസ്, അതിനെന്താ പറയുക? ആകെ വികർണങ്ങളുടെ എണ്ണം. അപ്പോൾ ഒരു പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അതിന് നമുക്ക് ആകെ എത്ര വികരണം വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്? n × n-3/2. ഇതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സമവാക്യമാണ്. നിങ്ങളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ 4 പോയിന്റ് ഏതൊക്കെയാണ്? 4 പോയിന്റ് ക്വിക്കായിട്ട് ഓടിച്ച് നോക്കാം. 4 പോയിന്റ് ഏതൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഒരു പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ n-2 × 180 ഡിഗ്രിയാണ് അതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ്. അതുപോലെ തന്നെ ഏതൊരു പോളിഗണിൻ്റെയും ആകെ ബാഹ്യകോൺ അളവുകളുടെ തുക അഥവാ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയാണ്? 360 ഡിഗ്രിയാണെന്നാണ് 2ാമത്തെ പോയിന്റ്. പോയിന്റ് നമ്പർ 3. 3ാമത്തെ പോയിന്റ് എന്താ? ഒരു പോളിഗൺ, നമ്മൾ ഏത് പോളിഗണോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ഇൻറ്റേർണൽ ആംഗിളും അവിടെയുള്ള എക്സ്റ്റേണൽ ആംഗിളും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്നൊരു ആംഗിളാണ് കിട്ടേണ്ടത്.
നാലാമത്തെ പോയിൻ്റ് എന്താ, ഒരു പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഡയഗണൽസ് അഥവാ ആകെ വികരണങ്ങളുടെ എണ്ണം എത്രയായിരിക്കും, n × n-3/2. ഈ 4 പോയിൻറ്റുമാണ് 90% ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മുടെ PSC എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഈ പോയിൻറ്റുകളെല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് വന്ന ചോദ്യങ്ങൾ നിഷ്പ്രയാസം നേരിടാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ കിടക്കുന്നത് 2024, 25 അതുപോലെ തന്നെ മറ്റു ചില പ്രധാന പരീക്ഷകൾക്ക് ഈ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ആൻസർ നമ്മളിപ്പോൾ പഠിച്ച കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യം എന്ന് ചോദിച്ചാണ് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ 2025 ജൂലൈ മാസം 19 കഴിഞ്ഞ വുമൺ CPO പരീക്ഷയുടെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ചോദ്യം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അല്ലേ. ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ, ഈ ചോദ്യം ഡയറക്റ്റ് SCERT ബുക്കിൽ നിന്ന് PSC എടുത്ത ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ചോദിച്ച ചോദ്യമാണ് ഈ കാണുന്നത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. കോണുകളുടെ തുക 8100 ഡിഗ്രി ആയ ഒരു ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? PSCയുടെ അതേ ലാംഗ്വേജാണ്, നമ്മളത് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം. കോണുകളുടെ തുക 8100 എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്ത് കോണാണ്, പ്രത്യേകം പറയേണ്ടതില്ല, ഇൻറ്റേർണൽ ആംഗിളാണ്. കാരണം എന്താ, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഏത് പോളിഗണിനാണെങ്കിലും 360 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവരിവിടെ എന്താ പറഞ്ഞത്, ഏതോ ഒരു പോളിഗൺ ഉണ്ട്, ആ പോളിഗണിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സം 8100 ആണ് എങ്കിൽ അതിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോർമുല വെച്ചൊന്ന് പറഞ്ഞു നിങ്ങൾ. നമുക്കറിയാവുന്ന പോയിൻ്റ് എന്താണ്, ഏതൊരു പോളിഗണാണെങ്കിലും സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമവാക്യം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു n-2 × 180 ഡിഗ്രിയാണ്. ഇതിൻ്റെ ആൻസറാണ് നമുക്ക് PSC തന്നിട്ടുള്ളത്. എത്രയാണത്, 8100 ആണ്. 8100 ആണ് ഇതിൻ്റെ ഉത്തരം എന്നവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൈഡ് ഉണ്ട് എന്നാണ് കാണേണ്ടത്. സോ n-2 × 180യുടെ വാല്യൂ ആണ് 8100. ഇവിടെ നിന്ന് നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ കണ്ടെത്തിയാൽ ആൻസറായി. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. n-2നെ ഇവിടെ നിർത്തിയാൽ എന്ത് വരും, n-2 = എന്ത് കിട്ടും, 8100 ഡിവൈഡഡ് ബൈ 180 എന്ന് കിട്ടും. ഇനി നമ്മൾ സിംപ്ലി വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. നോക്കാം, നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ ആൻസർ എന്ത് വരും നോക്കൂ. ആദ്യം തന്നെ നമ്മൾ ഈ 0 കട്ട് ചെയ്തു. ഇനി അവിടെ ബാക്കിയുള്ളത് എന്താ, 810 ഡിവൈഡഡ് ബൈ 18 ആണ്. നമുക്ക് അവരെ 9 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 9 2 തവണ പോകും. ഇവിടെയോ 81-ൽ 9 തവണയും ഈ 0 നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇപ്പോൾ എന്തായി, 90 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അതിൻ്റെ ആൻസർ എന്താ, 45 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് കിട്ടിയത് വശങ്ങളുടെ എണ്ണമല്ല, n-2 ആണ് കിട്ടിയേക്കുന്നത്. നമ്മളോട് PSC ചോദിച്ചത് അതിനകത്ത് എത്ര സൈഡുകളുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ n-ൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ n ചെയ്യാൻ നമ്മൾ എന്ത് വേണം, n-2 = 45. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ എത്ര വരും, -2 അങ്ങോട്ട് പോയിട്ട് പ്ലസ് ആയിട്ട് ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 47. എന്ന് പറഞ്ഞാൽ നമ്മുടെ PSC ചോദിച്ച 8100 ഡിഗ്രി ഇൻറ്റേർണൽ ആംഗിൾസ് ഉള്ള ഒരു പോളിഗണിന് 47 വശങ്ങളുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഓപ്ഷൻ C മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ, ഇത് ഡയറക്റ്റ് നമ്മുടെ SCERT ബുക്കിൽ നിന്ന് അവരെടുത്ത ചോദ്യമാണെന്ന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. SCERT ബുക്കിലെ ചോദ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വുമൺ പോലീസ് കോൺസ്റ്റബിളിന് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് n-2 × 180 എന്ന ഫോർമുല വെച്ച് ഈ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. മറ്റൊരു ചോദ്യം, ഇത് ഏത് പരീക്ഷയ്ക്ക് വന്നതാ, കൊല്ലം കണ്ണൂർ ജില്ലയുടെ കഴിഞ്ഞ വർഷം നടന്ന LDC എക്സാമിനേഷൻ. ഈ ഒരു എക്സാമിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ 2024 ഓഗസ്റ്റ് 17 എക്സാം നടന്നത്. ഈ ഒരു എക്സാമിൽ പൊതുവേ മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യനാണ് ചോദിക്കാറ് ഒരു LDC പരീക്ഷ പോലത്തെ പരീക്ഷകൾക്ക്. ഈ 10 ചോദ്യത്തിൽ 5 ചോദ്യം ഇവർ ചോദിച്ചത് ജോമെട്രി എന്നായിരുന്നു. അപ്പോൾ ഒരൊറ്റ ജില്ലയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫേസ് LDC എക്സാം നടന്നപ്പോൾ 2024 ഓഗസ്റ്റ് 17 അവർ ചോദിച്ച മാത്സിലെ 10 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് വരെ അവർ ചോദിച്ച ജോമെട്രി എന്നായിരുന്നു. ചില പരീക്ഷകൾക്ക് ജോമെട്രിയുടെ വെയിറ്റേജ് കൂട്ടി ചോദിക്കാറുണ്ട്, ചില പരീക്ഷകൾക്ക് അത് കുറവായിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യും. നോക്കാം. ഏതായാലും ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം നിങ്ങൾ നോക്ക്. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു പോളിഗൺ ഉണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 12 ആണ്, അതിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയത്, നമുക്കറിയാവുന്ന ഫോർമുല എന്താ, n-2 × 180 ഡിഗ്രിയാണ് എന്ത്, സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ്. അപ്പോൾ അതിൽ n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 12 വശങ്ങളാണ്. അപ്പോൾ 12 വശങ്ങളുള്ള ഒരു പോളിഗണാണ്, അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സം എന്ത് വരുമെന്നുള്ളൂ. ഇനി ഒന്നും പറയാനില്ല, നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്ത് വരും, 12 - 2
ഇൻറ്റു 180 നമ്മുടെ ആൻസർ. 12 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. 10 × 180 എന്ന് പറഞ്ഞാൽ 1800 ഡിഗ്രിയാണ് എന്ത് ഇവർ ഈ ചോദിച്ച പോളിഗണിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് കൊല്ലം കണ്ണൂർ LDCക്ക് ചോദിച്ച പോളിഗൺസിലെ ഒരു ചോദ്യം. ഇതേ പരീക്ഷയ്ക്ക് തന്നെ മറ്റൊരു ചോദ്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്, നമുക്കത് വഴിയെ പരിചയപ്പെടാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ റീസെൻ്റായിട്ട് 2024 2025 വന്ന ഈ ഭാഗത്തു നിന്നുള്ള PSC ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ നിങ്ങൾ, ഈ ചോദ്യം വന്നിരിക്കുന്നത് ഏത് എക്സാമിനാണ്? ഇതും 2024 മെയ് മാസത്തിൽ നടന്ന ഒരു LDC പരീക്ഷക്കാണ്. SC/STയുടെ ഒരു LDC പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതേ ചോദ്യത്തിൻ്റെ മീനിങ് ഒന്ന് നോക്കൂ നിങ്ങൾ. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് എത്ര എന്നാണ്. അപ്പോൾ ഇവർക്കിവിടെ വേണ്ടത് ടോട്ടൽ ആംഗിൾസ് വേണ്ട. സത്യം പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ PSC ഒരു വാക്കാണ് അവർ ഉദ്ദേശിച്ചത്, അത് ക്വസ്റ്റ്യനിൽ പ്രിൻ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. സമബഹുഭുജത്തിനാണ് പൊതുവെ ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രസക്തിയുള്ളത്. കാര്യം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, റെഗുലർ പോളിഗൺസിൻ്റെ ഓരോ അകക്കോണും തുല്യമായിരിക്കും, ഓരോ ബഹിർകോൺ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ സത്യത്തിൽ നമ്മൾ എയിം ചെയ്യുന്ന മീനിങ് അതാണ്. 12 ഭുജങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ ആംഗിളിൻ്റെ അളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 2024 ഒരു ചോദ്യമായിട്ട് വന്നതാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ് കാണുന്ന സമവാക്യം നമുക്കറിയാം. എങ്ങനെയത്? n-2 × 180 ഡിഗ്രിയാണ് ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ്. ഇതിന് എത്ര വശങ്ങളുണ്ടോ അത്രയും കോണുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ n-2 × 180 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾസ് ആണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര കോണുണ്ടെങ്കിൽ ആ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഒരു കോണിൻ്റെ അളവ് കിട്ടും. സ്വാഭാവികമായിട്ടും നമുക്കിതിന് ഈസി ആയിട്ട് ആൻസർ കിട്ടും. എങ്ങനെയത്? നോക്കൂ നിങ്ങൾ, ഇവിടെ നിങ്ങൾ n-ൻ്റെ വാല്യൂ 12 ആണ്. 12 വശങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൊടുത്തു നോക്കൂ, എന്താ ആൻസർ വരും? 12 - 2 എന്ന് പറഞ്ഞാൽ 10 × 180 ഡിവൈഡഡ് ബൈ കോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏതൊരു പോളിഗൺ ആണെങ്കിലും അതിന് എത്ര വശങ്ങളുണ്ടോ അത്രയും ഇൻറ്റേർണൽ ആംഗിൾ ഉണ്ടാവും, അത്രയും എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാവും. സോ 12 വശങ്ങളുള്ള ഒരു പോളിഗണിന് എത്ര ഇൻറ്റേർണൽ ആംഗിൾ ഉണ്ടാവും? 12 ഇൻറ്റേർണൽ ആംഗിൾ ഉണ്ടാവും. അതിൽ ഒരാൾ എത്രയെന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 12 ഇട്ട് കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കട്ട് ചെയ്ത് നോക്കൂ, 12 ഒരു തവണ അല്ലേ? 180 12 15 തവണയാണ് പോവുക. സോ ആൻസർ എന്ത് വരും? 10 × 15 150 ഡിഗ്രി എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഈ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? 12 വശങ്ങളുള്ള ഒരു റെഗുലർ പോളിഗണിൻ്റെ ഒരു ഇൻറ്റേർണൽ ആംഗിളിൻ്റെ വാല്യൂ എത്രയാണ്? 150 ഡിഗ്രിയാണ്. അഥവാ നമ്മുടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി ചില ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യം മറ്റൊരു രീതിയിലും കൂടെ ചെയ്തിട്ടുണ്ടാവും. അതും ശരി തന്നെയാണ്. അതെങ്ങനെയാണ്? അത് ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്കിതിനെ മറ്റൊരു രീതിയിൽ പരിചയപ്പെടാം. അതെങ്ങനെയാണ്? ടോട്ടൽ എക്സ്റ്റേണൽ ആംഗിൾസിൻ്റെ സമ്മ് 360 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരു റെഗുലർ പോളിഗൺ ആണെന്നിരിക്കെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതിയടാ? വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുക? ഒരു എക്സ്റ്റേണൽ ആംഗിളിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെയുള്ള 360 എന്ന എക്സ്റ്റേണൽ ആംഗിളിനെ 12 കോണാണ് ഇവിടെ ഉണ്ടാവും അല്ലേ? 12 വശങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ 12 എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാവും. അപ്പോൾ 360/12 ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോണിൻ്റെ വാല്യൂ 30 ഡിഗ്രി എന്ന് കിട്ടും. യെസ്. ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. ഏതൊരു പോളിഗണിൻ്റെയും ഒരു വെർട്ടെക്സിലെ ഇൻറ്റേർണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? അത് ലീനിയർ പെയറാണ്. അതിൻ്റെ സമ്മ് 180 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഒരു ഇൻറ്റേർണൽ ആംഗിളും ഒരു എക്സ്റ്റേണൽ ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതിലെ ഒരു എക്സ്റ്റേണൽ നമുക്ക് ഓൾറെഡി കിട്ടി 30. അപ്പോൾ ഇൻറ്റേർണൽ എങ്ങനെ കിട്ടും? യെസ്. അപ്പോൾ ഇൻറ്റേർണൽ ആംഗിളിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? 180 മൈനസ് എക്സ്റ്റേണൽ, അത് 30 ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 150 എന്ന് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ രണ്ട് സൊല്യൂഷനിൽ ഏത് ചെയ്താലും കറക്റ്റാണ്. ഇവിടെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് പൊതുവേ റെഗുലർ പോളിഗൺസിന് വേണ്ടിയായിരിക്കുമെന്ന കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കും നിങ്ങൾ, നേരത്തെ പറഞ്ഞ അതേ കൊല്ലം ജില്ലയുടെ LDC പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. ഇവരിപ്പോൾ എന്താ ചോദിച്ചത്? ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോൺ അളവുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിച്ചത് ഇത്രയാണ്. ഏതോ ഒരു പോളിഗൺ ഉണ്ട്, ആ പോളിഗണിൻ്റെ ബാഹ്യകോൺ അളവുകളുടെ തുക നമുക്കറിയാം. അതെത്രയാണ്? ഏതൊരു പോളിഗൺ ആണെങ്കിലും അതിൻ്റെ ബാഹ്യകോൺ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇത് എന്താണ് എന്ന് അവർ പറഞ്ഞേക്കുന്നത്? ഈ ഒരു പോളിഗണിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ് നമുക്കറിയാം. എന്താ അത്? n-2 × 180 ഡിഗ്രിയാണ്.
അതിൻ്റെ 2 മടങ്ങാണ് എന്ത് ബാഹ്യകോൺ അളവുകളുടെ തുക എന്നാണ് നമ്മുടെ PSC ക്വസ്റ്റ്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പോളിഗൺ ഏതാണ്, അതല്ലെങ്കിൽ ഇതിന് എത്ര സൈഡ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 4 എന്ന് പറഞ്ഞാൽ ആരാ? ചതുർഭുജമാണ്. 3 ആണെങ്കിലോ ട്രയാങ്കിൾ ആണ്. 6 ആണെങ്കിലോ ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ ആണ്. 5 ആണെങ്കിലോ പെൻറ്റഗൺ ആണ്. നമുക്ക് ഏതാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ആൻസർ എത്ര വരും? n-2 നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ n-2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 360 അവിടെ ഉണ്ട്. ഇവിടെയുള്ള മൾട്ടിപ്ലിക്കേഷനുള്ള 2 × 180 അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് മാറും, ഡിവിഷനിലേക്ക് മാറും. അപ്പോൾ ആൻസർ എന്ത് വരും? 360 ഡിവൈഡഡ് ബൈ 2 × 180 എന്ന് വരും. 360 ഡിവൈഡഡ് ബൈ 2 × 180 എന്ന് പറയുന്നത് ആൻസർ 2 × 180 ആക്ച്വലി 360 തന്നെയാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും n-2ൻ്റെ വാല്യൂ ആണ് 1. നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? n-2 ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്ര വരും? 3 എന്ന് വരും അല്ലേ? 1 + 2 3 എന്ന് പറഞ്ഞാൽ ഇതേതാണ് സംഭവം? ത്രികോണമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ത്രികോണത്തിൻ്റെ ആന്തരകോൺ അളവുകളുടെ തുക 180 അല്ലേ? ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഏത് ത്രികോണം വരച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ് 3 കോണും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുക? 180 ഡിഗ്രി. അതിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ എന്ത്? ബഹിർകോണുകളുടെ തുക. ബഹിർകോണുകളുടെ തുക അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾസിൻ്റെ സമ്മ് ഏത് പോളിഗൺ ആണെങ്കിലും ആൻസർ എന്താണ്? 360 തന്നെയാണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിഗൺ ഏതാണ്? അത് ത്രികോണമാണെന്ന് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫാക്ച്വൽ ഡാറ്റ ആയിട്ട് ഓർത്ത് വെച്ചാലും മതി. കാര്യം ഇത് ഇനി വീണ്ടും പല പരീക്ഷകളിലും ആവർത്തിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടെയാണ്. എന്താണ് ചോദ്യം? ഒരു പോളിഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയാണ് എന്ത്? എക്സ്റ്റേണൽ ആംഗിൾസിൻ്റെ സം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ പോളിഗൺ ഏതാണ്? ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ ത്രികോണമാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഈ ചോദ്യം എവിടെ നിന്ന് വന്നാണ്? കഴിഞ്ഞ വർഷത്തെ കൊല്ലം കണ്ണൂർ ജില്ലയുടെ LDC പരീക്ഷയ്ക്ക് നേരിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു ചോദ്യപേപ്പറിൽ തന്നെ ഒരേ ഭാഗത്ത് നിന്ന് 2 ചോദ്യം വന്നു. ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പരിചയപ്പെട്ടതാണ്. ആ ക്വസ്റ്റ്യൻ ഏതാണ്? നേരത്തെ വന്ന ചോദ്യം ഇതാണ്. 12 വശങ്ങളുള്ള ഒരു ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? അതേ എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ കണ്ട ഈ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ ഈ ചോദ്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ നിങ്ങൾ, ഈ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ചോദ്യം PSC ചോദിച്ച അതേ ഫ്ലേവറിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണിത്. പക്ഷേ ഇത് വേറെ ജോമെട്രി ആണെന്ന് മാത്രം. ഒന്ന് വായിച്ചു നോക്കൂ. എന്താ ഇവർ പറഞ്ഞേക്കുന്നത്? ദ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ഓൾ ഇറ്റ്സ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ദെൻ ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഈസ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്? ഒരു പോളിഗൺ ഉണ്ട്, ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് ഏത് പോളിഗൺ ആണെങ്കിലും എങ്ങനെയാണ് കാണുക? n-2 × 180 ഡിഗ്രിയാണ്. ഇതാണ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ്. ഇവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അത് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയാണ്. എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ അത് 360 ഡിഗ്രിയാണ്. ഏത് പോളിഗൺ ആണെങ്കിലും അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? × 2 എന്ന് വരും. അപ്പോൾ ഈ പോളിഗൺ ഏതാണ്, അല്ലെങ്കിൽ ഇതിന് എത്ര സൈഡ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് എൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞ ഭാഷയാണ് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജിനാണ് പ്രാധാന്യം. എന്താണ് ഇവർ പറഞ്ഞേക്കുന്നത്? ഒരു പെർട്ടിക്കുലർ പോളിഗൺ ഉണ്ട്. ആ പോളിഗണയെ സംബന്ധിച്ച് അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് അഥവാ അകക്കോണുകളുടെ തുക എന്തിന് ഈക്വലാണ്? അതിൻ്റെ ബാഹ്യകോൺ അളവുകളുടെ തുകയുടെ ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ 360 × 2 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? പറഞ്ഞേ. n-2 ഈസ് ഈക്വൽ ടു, ഈസി ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ? n-2ൻ്റെ വാല്യൂ എന്ത് വരും? 360 × 2 ഡിവൈഡഡ് ബൈ 180 ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 180 ഇവിടെ ഒരു തവണ, 360 180 2 തവണ. എന്ത് വരും? 2 × 2 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. എന്ന് പറഞ്ഞാൽ n-2ൻ്റെ വാല്യൂ ആണ് 4 എന്ന് കിട്ടിയത്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം? n കണ്ടുപിടിക്കണം. n-2 ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ത് വരുടാ? n ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇതേതാണ് പോളിഗൺ? ഇതൊരു ഷഡ്ഭുജമാണ് അല്ലെങ്കിൽ ഒരു ഹെക്സഗണാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് ഇതാണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് മാറിപ്പോകരുത്. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? ഒരു പോളിഗണിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഫാക്റ്റ് അങ്ങ് പഠിച്ചു വെച്ചാലും മതി, ചെയ്യുന്ന രീതി നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഷഡ്ഭുജത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെക്സഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ 720 ഡിഗ്രിയാണ് ഇൻറ്റേർണൽ ആംഗിൾസ്. എക്സ്റ്റേണൽ ആംഗിൾസോ 360 ആണ് ഫോർ എനി പോളിഗൺ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. അഥവാ അതാരാണ്? ഹെക്സഗണാണ്. കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ PSC ചോദിച്ച LDCയുടെ ക്വസ്റ്റ്യൻ ഇത് മറ്റൊരു രീതിയിലെ ചോദ്യം, അതായത് ഒരു ട്രയാങ്കിളിനെ പറ്റിയുള്ള ഫാക്റ്റാണ്.
ട്രയാങ്കിളിനെ പറ്റി ഇവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. രൂപം തിരിച്ചറിയാനാണ് ചോദിച്ചത്. എന്താ ഫാക്റ്റ്? ഒരു ത്രികോണത്തിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സം 180 ആണ്. അതിൻ്റെ ഇരട്ടിയാണ് എന്ത്? അതിൻ്റെ ബാഹ്യകോൺ അളവുകളുടെ തുക. അത് 360 ഡിഗ്രിയാണ്. സോ 2 × 180 360 എന്നാണ് ട്രയാങ്കിളിനെ സംബന്ധിച്ച ഈ ഒരു ചോദ്യം ചോദിച്ചത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ഹെക്സഗണിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയുമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ 6 എന്ന് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ക്വസ്റ്റിന് വന്നതുമായിട്ട് വളരെയധികം റിസംബ്ലൻസ് ഉള്ള ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. LP-UP പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ എന്താ ചോദ്യം? വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ് എന്നാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ചില പോളിഗൺസ് ഉണ്ട്. ചില പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ഇവർ തന്ന ഓപ്ഷൻസ് ഇങ്ങനെയാണ്. ചതുർഭുജമാണ് ഒന്ന് തന്നേക്കുന്നത്, ഷഡ്ഭുജമാണ് തന്നേക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ സി പഞ്ചഭുജം പെൻറ്റഗണാണ്. ഓപ്ഷൻ ഡി സപ്തഭുജം എന്നാണ് തന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗണിന് എത്ര വശങ്ങളുണ്ടോ അത്രയും തന്നെ വികർണങ്ങളും ഉണ്ട്. അതാണ് ചോദ്യത്തിൻ്റെ മീനിങ്. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ പോളിഗൺ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് കാണാം. LPSC എക്സാമിനേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2020 എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാവുന്ന ഒരു സമവാക്യം എന്താ? വശങ്ങളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കാണുക? വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ വികർണങ്ങളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കാണുക? n × n-3/2. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്ച്വൽ പോയിൻ്റാണത്. ഏതൊരു പോളിഗണിൻ്റെയും സൈഡ്സിൻ്റെ എണ്ണം n ആണെങ്കിൽ നമുക്ക് എത്ര വികരണങ്ങൾ ഉണ്ടാവും? ടോട്ടൽ ഡയഗണൽസ് n × n-3/2 ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് വികർണങ്ങളുടെ ആകെ എണ്ണം. ഇത് എന്തിനു തുല്യമാണെന്നാണ് PSC പറഞ്ഞത്? ആ പോളിഗണിൻ്റെ വശങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ്. അഥവാ n × n-3/2 എന്ന ടോട്ടൽ ഡയഗണൽസിൻ്റെ എണ്ണവും n എന്ന വശങ്ങളുടെ എണ്ണവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ് പോളിഗൺ എന്നാണ് ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n-ൻ്റെ വാല്യൂ കിട്ടും. അതേതാണോ n അതാണ് പോളിഗൺ. സോ വളരെ സിമ്പിളാണ്. നമ്മളിത് സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഇവിടെ നിന്ന് നമുക്ക് n-ഉം n-ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ? n-3 / 2 = 1 എന്ന് എഴുതാൻ പറ്റും. എന്താ ചെയ്തത്? ഇവിടെയുള്ള n-ഉം ഇവിടെയുള്ള n-ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n-3/2 = 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് n കണ്ടാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n-3 = 1 × 2 അഥവാ 2 എന്ന് കിട്ടും. Therefore n = 2 + 3 5 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോളിഗൺ ഏതാണ്? 5 വശങ്ങളുള്ള പോളിഗണാണ്. 5 വശങ്ങളുള്ള പോളിഗണിനെയാണ് നമ്മൾ എന്ത് പറയുക? പഞ്ചഭുജം അഥവാ പെൻറ്റഗൺ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. വശങ്ങളുടെ ഇതൊരു ഫാക്ച്വൽ ഡാറ്റ ആയിട്ട് ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല. ഒരു തവണ നേരിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ പോളിഗണാണ് ഏത്? പഞ്ചഭുജം അഥവാ പെൻറ്റഗൺ. ഇത്രയുമാണ് വളരെ റീസെൻ്റായിട്ട് PSC ഭാഗത്തു നിന്ന് ചോദിച്ച വിവിധ ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ 4 പ്രധാന പോയിൻറ്റ്സുകളും പോളിഗൺസിൻ്റെ പ്രധാന പ്രോപ്പർട്ടീസും നിങ്ങൾക്കറിയാമെങ്കിൽ ഇത്തരം ചോദ്യങ്ങളെ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള മറ്റു കോൺസെപ്റ്റൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള മറ്റു കോൺസെപ്റ്റൽ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എയ്സിൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയ ടൈറ്റിൽസും ഫോളോ ചെയ്യുക.